ഹരേ കൃഷ്ണ. സർവം കൃഷ്ണാർപ്പണമസ്തു. പ്രിയപ്പെട്ടവരെ, ഇന്ന് നമ്മൾ സ്മരിക്കുന്നത് ഒരു യുദ്ധവീരന്റെ കഥയല്ല, ഒരു രാജാവിന്റെ വിജയഗാഥയുമല്ല. ഇതൊരമ്മയുടെ ഹൃദയഭേദകമായ കഥയാണ്. മഹാഭാരതം പറയുന്നത്, മഹാഭാരതം നൽകുന്നത് ഒരു വിജയഗാഥയുടെ തത്വമല്ല, മറിച്ച് ധർമ്മത്തിന്റെ വിലയും സ്നേഹത്തിന്റെ ശക്തിയെയും പഠിപ്പിക്കുന്ന ഒരു കഥയാണ് മഹാഭാരതം. ഗാന്ധാരി, ഗാന്ധാര രാജാവിന്റെ മകൾ, ധർമ്മബോധമുള്ള ഒരു സ്ത്രീ. ധൃതരാഷ്ട്രരുമായി വിവാഹം കഴിഞ്ഞപ്പോൾ ഗാന്ധാരിക്കറിയാം ഭർത്താവിന് കാഴ്ചയില്ല. ഭർത്താവിന് കാണാൻ കഴിയാത്തതൊന്നും തനിക്കും കാണണ്ട എന്ന ദൃഢനിശ്ചയത്തോടുകൂടി അന്ധതയെ സ്വയം സ്വീകരിച്ചവളാണ് ഗാന്ധാരി. എന്റെ ഭർത്താവ് കാണാത്ത ലോകം ഞാൻ കാണുന്നില്ല എന്നതായിരുന്നു അവരുടെ തീരുമാനം. ഭക്തജനങ്ങളെ, ഇതൊരു വലിയ ത്യാഗം. പക്ഷേ മഹാഭാരതം പറയുന്നു, അതിരുകടന്ന ത്യാഗം പലപ്പോഴും വേദനയ്ക്ക് കാരണമാകാം. ഗാന്ധാരി കണ്ണു മൂടിയതോടെ അവർക്ക് ഭാവിയെ കാണാനുള്ള കാഴ്ചയും നഷ്ടപ്പെട്ടു. ഭാരതത്തിന്റെ ഏറ്റവും വലിയ യുദ്ധത്തെയും അവർ കണ്ടില്ല. ധൃതരാഷ്ട്ര ശരീരപരമായി അന്ധനായിരുന്നു. പക്ഷേ ഗാന്ധാരിയുടെ അന്ധത ഭാവി ദുരന്തം കാണാൻ കഴിയാത്തതായി. 100 പുത്രന്മാർക്ക് ഗാന്ധാരി ജന്മം നൽകി. അവർ കൗരവർ. അവരെ സ്നേഹിച്ചൊരമ്മ. എന്നാൽ മക്കളുടെ അഹങ്കാരം, അധർമ്മം, ഇതൊന്നും കാണാൻ ആ അമ്മയ്ക്ക് സാധിച്ചില്ല. പലപ്പോഴും സ്നേഹം ധർമ്മബോധത്തെ മറച്ചു വെക്കുന്നു. മഹാഭാരതം പറയുന്നു, ബന്ധങ്ങൾ ധർമ്മത്തെ മറികടക്കുമ്പോൾ നാശം അനിവാര്യമാണ്. സഭാപർവത്തിൽ ദ്രൗപദി അപമാനിച്ചപ്പോൾ വിതുരൻ മുന്നറിയിപ്പ് നൽകി. ഭീഷ്മൻ മൗനം പാലിച്ചു. ധൃതരാഷ്ട്രർ ഒന്നും അറിഞ്ഞിരുന്നില്ല. ദുര്യോധനൻ പരിഹസിച്ചു. 18 ദിവസത്തോളം മഹാഭാരത യുദ്ധം നടന്നു. യുദ്ധത്തിനിടയിൽ 100 പുത്രന്മാരും ഗാന്ധാരിക്ക് നഷ്ടപ്പെട്ടു. ഗാന്ധാരി 100 പുത്രന്മാരുടെ അമ്മ ശ്മശാനത്തിലൂടെ നടന്നു. കണ്ണില്ല, പക്ഷേ അവരുടെ ഹൃദയം എല്ലാം കണ്ടു. ഗാന്ധാരിയുടെ ദുഃഖം, ഹൃദയവികാരം എല്ലാ അമ്മമാരുടെയും ഹൃദയത്തെ സ്പർശിക്കുന്നു. ഗാന്ധാരി അവിടെ വെച്ച് ശ്രീകൃഷ്ണനോട് ചോദിക്കുന്നു, കൃഷ്ണ, നീ എല്ലാം അറിയുന്നവനല്ലേ? നീ എല്ലാം തടയാൻ കഴിയുന്നവനല്ലേ? എങ്കിലും ഈ നാശം എന്തിനനുവദിച്ചു? പ്രിയപ്പെട്ടവരെ, ഈ ചോദ്യം ദൈവനിന്ദയല്ല, ഇതൊരമ്മയുടെ ഹൃദയം പൊട്ടിയുള്ള ചോദ്യമാണ്. ഗാന്ധാരി ഭഗവാൻ കൃഷ്ണനെ ശപിക്കുന്നു. എന്റെ വംശം നശിച്ചതുപോലെ നിന്റെ യാദവ വംശവും നശിക്കട്ടെ. ഇത് വെറും ശാപമല്ല, ഇത് ധർമ്മം ചോദിക്കുന്ന സ്ത്രീയുടെ ശബ്ദമാണ്. ഭഗവാൻ കൃഷ്ണൻ ഗാന്ധാരിയോട് പറയുന്നു, അമ്മേ, നീ പറയുന്നത് സത്യമാണ്. ഈ യുദ്ധം എനിക്ക് തടയാമായിരുന്നു. പക്ഷേ ഞാനത് തടഞ്ഞിരുന്നെങ്കിൽ അധർമ്മം തുടരുമായിരുന്നു. കാലം എല്ലാം നിയന്ത്രിക്കുന്നു. ധർമ്മം ക്ഷയിക്കുമ്പോൾ നാശം അനിവാര്യമാണ്. ദൈവത്തിനും രക്ഷയില്ല. പിന്നീട് യാദവന്മാർ പരസ്പരം തന്നെ നശിച്ചു. ഗാന്ധാരിയുടെ വാക്കുകൾ സത്യമായി. ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്, നമ്മളുടെ ദുഃഖം ദൈവത്തോട് ചോദിക്കാം. ദൈവവും ധർമ്മത്തിന് കീഴിൽ തന്നെയാണ്. അമ്മയുടെ സ്നേഹം
ധർമ്മബോധത്തോടൊപ്പം വേണം. സ്ത്രീയുടെ വാക്കിന് എപ്പോഴും ശക്തിയുണ്ട്. ഗാന്ധാരി നമ്മെ പഠിപ്പിക്കുന്നു, വേദനയോട് ചോദിക്കാം, പക്ഷേ ധർമ്മം വിട്ടുപോകരുത്. ശ്രീകൃഷ്ണൻ നമ്മെ പഠിപ്പിക്കുന്നു, ശക്തി ഉണ്ടായാലും ധർമ്മം ലംഘിക്കരുത്. ലോക സമസ്ത സുഖിനോ ഭവന്തു. ഹരേ കൃഷ്ണ. സർവം കൃഷ്ണാർപ്പണമസ്തു. നന്ദി.